ഈ ഒരു യാത്രയ്ക്ക് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒരുപാട് കണ്ടുമുട്ടലുകൾക്കും വേർപിരിയലുകൾക്കും സാക്ഷ്യം വഹിച്ച ഒരിടം. ഇവിടുത്തെ ഓർമ്മകൾ എന്നെ മാടി മാടി വിളിച്ചു. അങ്ങനെയാണ് ഈ വെളുപ്പാങ്കാലം 2 മണിക്ക് എനിക്ക് ഇങ്ങോട്ട് വരാൻ തോന്നിയത്. അലകൾ വളരെ ശാന്തമായി അലയടിക്കുകയാണ്. ആ ഒരു നിമിഷം നമ്മൾ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് അലകൾ ആഗ്രഹിക്കുന്നത്. വണ്ടിയുടെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് തോന്നുന്നു. വണ്ടി അങ്ങനെ പണി കിട്ടിയാണ് ഈ വിൻറ്റേജ് വണ്ടികൾ എടുക്കണമെന്ന് മോഹം കൊണ്ടും കൂടെയാണ് കുറച്ച് പണികൾ കുറേ കിട്ടിയത്. അതാണ് അങ്ങനെയാണ് പണി വന്നത്. ഇല്ലെങ്കിൽ ചെറിയ 20,000 രൂപ അടക്കേണ്ടി വരുമായിരുന്നുള്ളൂ. വിൻറ്റേജ് മോഹത്തിന് വേണ്ടിയിട്ട് പോയി മണ്ടത്തരം കാണിച്ച് അവരെന്ന് പറഞ്ഞാൽ ഒന്നും ആവത്തില്ല എന്നാണ്. പക്ഷേ എനിക്ക് 54,000 രൂപ അവർക്ക് അടക്കണം. സോ അതുകൊണ്ട് ലോൺ പോലും കിട്ടത്തില്ല. സോ നിങ്ങളുടെ ഓരോ ലൈക്ക് എൻ്റെ ജീവിതം മാറ്റി മറിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അല്ല ഞാൻ എന്താ പറയുക, പാട്ട് പാടി നിങ്ങളെ ഞാൻ ഫുൾ വൈബാക്കി തരാം. പിന്നെ ചില മറ്റേ ബസ് സ്റ്റാൻഡിലും ബസ്സിൻ്റെ അകത്തൊക്കെ മറ്റേ പാട്ട് പാടുന്ന ഓരോ ടീംസിൻ്റെ ഓരോ ട്രോളൊക്കെ ഇറങ്ങിയല്ലോ. അവർ പാട്ട് പാടത്തെ. എനിക്ക് ഈ രണ്ടിനോടും യോജിപ്പുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇഷ്ടപ്രകാരം അത് ചെയ്യണത് ജീവിതത്തിൽ ഒരിക്കലേ ഉള്ളൂ. എപ്പോഴാണ് മരിച്ചു പോകാം നമ്മളൊക്കെ. സോ അതുവരെ ഉള്ളൂ ഇതൊക്കെ ആഘോഷിക്കണം. പക്ഷേ ഇങ്ങനെയുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് മാറ്റി പിടിച്ചുകൂടെ എന്നാണ് ഞാൻ ആലോചിച്ചത്. ഇതൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ് സ്ഥലങ്ങളിലും പാർക്കുകളിലും അങ്ങനെയുള്ള ഹോട്ട് നൈറ്റ് സ്പോട്ടുകളിലും ഈവനിങ് സ്പോട്ടുകളിലും എൻ്റർടൈൻമെൻറ്റ് പാർക്സിലും പോയി ചെയ്താൽ കുഴപ്പമില്ല. അവിടെ പറഞ്ഞ ആൾക്കാർ അത് അങ്ങനെ ഒരു മൈൻഡിൽ പറഞ്ഞ ആൾക്കാരാണ്. പക്ഷേ ബസ്സിൽ പോകുന്ന ആൾക്കാർ പല പല പ്രശ്നങ്ങളും പല പല ഇതുമായിട്ട് പോകുന്ന ആൾക്കാരാണ്. പല പല സംഭവങ്ങൾ, മരണത്തിന് പോകണവരായിരിക്കാം, അവരുടെ വേണ്ടപ്പെട്ടവർ പോയതിലായിരിക്കാം, പിന്നെ പല പല കാര്യങ്ങൾ. സോ അവിടെ ഇതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മെട്രോയിലും ഇതിലൊക്കെ മെട്രോയിൽ പിന്നെയും പൊട്ടൊന്നും ആയിരിക്കാം. പക്ഷേ ബസ്സിൽ ഒട്ടും ആവശ്യമില്ലാത്ത പോലെയാണ് എനിക്ക് തോന്നിയത്. ബസ്സിലൊക്കെ സാധാരണക്കാർ സങ്കടവും കഷ്ടങ്ങളും സഹിച്ച് പൊയ്ക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. മെട്രോയിലൊക്കെ മെട്രോ ഒരു പ്രീമിയം സംഭവം ആയതുകൊണ്ടൊക്കെ കുഴപ്പമില്ല. അവിടെയും ഇത് തന്നെയാണ് പരിപാടി. എങ്കിലും മെട്രോ കുറച്ചുകൂടെ ഒരു ഗ്രേഡഡ് ആയിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ആയതുകൊണ്ട് പിന്നെയും പൊട്ടൊന്നും ആയിരിക്കാം. ബട്ട് ബാക്കിയൊക്കെ കുറച്ച് സ്ഥലങ്ങൾ മാറ്റി പിടിക്കുക, ഇതിനനുയോജ്യമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നതായിരിക്കും. ഞാൻ പറയാനാരുമല്ല, എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എന്താ എടുക്കേണ്ടതെന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. സോ ഡു അസ് യുവർ സെൽഫ്, ജസ്റ്റ് യുവർ വിഷ്. ശംഖുമുഖം പോയി വൈബടിച്ചാലോ എന്ന് വിചാരിച്ചാൽ ശംഖുമുഖം വൈബടിക്കാതെ എന്തായാലും അവിടെയും കൂടെ പോയി വൈബടിക്കാം. 2 പാർട്ടായിട്ട് ഇട്ടാൽ മതിയല്ലോ. ശരി, എന്തായാലും പറഞ്ഞല്ലേ, നിങ്ങളടുത്തൊരു വാക്ക് തന്നിട്ട് അത് മാറ്റി പാലിക്കാൻ എനിക്ക് താല്പര്യമില്ല. നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്തിരിക്കും. അതൊരു ടാസ്ക്കാണ് നിങ്ങൾക്ക് വേണ്ടി. സത്യം പറഞ്ഞപ്പോൾ അതിൻ്റെ ഇതൊന്നുമില്ല. പക്ഷേ എന്നിരുന്നാലും ഓക്കെയാണ്. നിങ്ങളുണ്ടല്ലോ എൻ്റെ പ്രേക്ഷകർ, എനിക്ക് ആരാധകരെയാണ് വേണ്ടത്. ഞാൻ ആലോചിച്ചതെന്ന് വെച്ചാൽ ഞാൻ ഇപ്പം മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കാണാനൊന്നും അധികം തിരക്കൊന്നും ഉണ്ടാവില്ല. പക്ഷേ എൻ്റെ ഒരേ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ ഞാൻ മരിക്കുമ്പം കരയാനും ഞാൻ ചെയ്ത കാര്യങ്ങൾ ആലോചിച്ച് വിഷമിക്കാനും എല്ലാം വലിയൊരു ഫാൻസ് ആരാധകർ, അവരെയാണ് എനിക്ക് വേണ്ടത്. നമ്മളെ തിരുവനന്തപുരം സെൻട്രൽ കാണിച്ചാൽ ഞാൻ ഇങ്ങനെ പോകും. വേറെ അങ്ങ് ആ വഴി പോകുന്നതാണ് വിചാരിച്ചത്. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ വഴി പോകാം. ഏത് വഴി പോയാലും കൊള്ളാം. വേറെ സീനൊന്നുമില്ല. ബട്ട് പരിപാടികളൊക്കെ അങ്ങനെയാണ്. ഇതാണല്ലോ ഇന്ന് ഞാൻ ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ടിനെ കൊണ്ടാക്കാൻ വന്നിട്ട് പോയതേ ഉള്ളൂ. ഇവിടെ വരാത്തൊരു ദിവസം പോലും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ഇല്ല മക്കളെ. യെസ്, നമ്മുടെ ട്രിവാൻഡ്രം സെൻട്രൽ, ദാറ്റ് ഗ്രേറ്റ് സെൻട്രൽ ഈസ് ഹിയർ. എന്താ ഒരു നൈറ്റ് വൈബ് അല്ലേ. ഇവിടെ പിന്നെ ആ കാലം തൊട്ട് എങ്ങനെയാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഒരു ലോഡ് കടകളൊക്കെ വന്നതേ ഉള്ളൂ. വേറെ പരിപാടിയൊന്നുമില്ല. സോ അതുകൊണ്ടിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ നടക്കുന്നത്. എന്നിട്ട് നമുക്ക് ആ വഴി പോകണം ഈ വഴി പോകണം എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സോ ദാറ്റ്സ് ഇറ്റ് എന്നുള്ളതാണ് അതിൻ്റെ പരിപാടി. എന്തായാലും പത്മനാഭസ്വാമി ക്ഷേത്രം ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. നൈറ്റിൻ്റെ ഒരു ഇതിൽ നിങ്ങൾക്ക് മിക്ക വീഡിയോസിലും കാണാൻ പറ്റും. ഞാൻ എന്നൊക്കെ ഇങ്ങോട്ട് പറഞ്ഞാൽ ആ വീഡിയോസിലെല്ലാം നിങ്ങൾക്ക് ഈ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരും. ഇതൊക്കെ കോമൺ ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. നമ്മൾ ഇവിടെ കൂടെ നമുക്ക് എവിടെയും പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എന്നും ഇതൊക്കെ കാണിച്ചു തരാം. എന്നും പത്മനാഭൻ്റെ ഓരോരോ മൂഡ് കാണാനുള്ളവരെല്ലാവരും എന്നെ ഫോളോ ചെയ്ത് വെച്ചോ. പത്മനാഭൻ്റെ സ്വന്തം പുത്രനാണ് ഞാൻ. ഇതൊന്നും ഇത്രയും വർഷമായിട്ട് ശരിയാക്കാത്ത ഒരു വളവാണ്. ഈ വളവ് എന്നും ഇങ്ങനെയാണ് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഈ വളവ് ഇങ്ങനെ എന്നുള്ളതൊരു ചോദ്യമാണ്. ഇവിടെ നിന്ന് ചായ കുടിക്കാം എന്ന് വിചാരിച്ചാൽ കുറച്ച് ശോകമാണ്. നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി കുടിക്കാം. ഇതെന്താ സംഭവം? ഈ സംഭവം നിങ്ങൾക്ക് അറിയാമായിരിക്കും ആണ് പരിപാടി. അയ്യോ, രാത്രി ആയതുകൊണ്ട് ഒരു മനുഷ്യയില്ല. ഇവിടെ കൂടെ നമുക്ക് ഡേ ടൈമിൽ ഇങ്ങനെയൊന്നും പോകാൻ പോലും പറ്റൂല. ഇവിടെ ഫുൾ വണ്ടികളാണ്, കഴപ്പും. ട്രാൻസ്പോർട്ട് ബസ്, പ്രൈവറ്റ് ബസ്, ആ ബസ്, ഈ ബസ്, ഓട്ടോ, 2 വീലർ, റോക്കറ്റുകൾ, എല്ലാ വാഹനങ്ങളുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ 2 വീലേഴ്സാണ് ഏറ്റവും വലിയ റോക്കറ്റുകളെന്ന് ഞാൻ പറയും. കാറിനെയും ബാക്കി എല്ലാത്തിനെക്കാട്ടിലും. യുവമാർക്കൊന്നും റൂൾസ് ഒന്നും പറഞ്ഞൊരു സംഭവമേ ഇല്ല. കുറേ പേരൊക്കെ റൂൾസ് പാലിക്കണവരാണ്. ബാക്കിയുള്ളവർ പാലിക്കാത്തതുകൊണ്ടാണ് അവരും പാലിക്കാത്തത്. അല്ലെങ്കിൽ അവർ പാലിച്ചാണ്. ആരും പാലിക്കാത്തടത്ത് അവർ പാലിക്കാൻ വേണ്ടി ഒരിക്കലും ശ്രമിക്കൂല. സോ അതാണ് അതിൻ്റെ ഒരു വൈബ്. ഇതെന്താ സംഭവം? ഇവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ യൂട്ടേൺ ഇല്ല. പക്ഷെ നമുക്ക് തൽക്കാലം യൂട്ടേൺ എടുക്കാം. കാരണം ആരും ഇല്ലല്ലോ. ഈ സ്ഥലത്തൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഇടിവെട്ടായിട്ടുള്ളൊരു പരിപാടി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതാണ് നമ്മുടെ സ്വന്തം. എന്താ ടയറൊക്കെ പഞ്ചറായ ഇതൊരു സൗണ്ടൊക്കെ കേൾക്കണം. എന്നാൽ തേഞ്ഞൊട്ടിയത് തന്നെ.
ഈ വണ്ടി ഇപ്പോൾ റീസെന്റ് സ്ഥിരം പഞ്ചറായി. പുതിയൊരു വേറൊരു ട്യൂബാണ് എടുത്തിട്ടിരിക്കുന്നത്, സെക്കൻഡ്സ് ട്യൂബ് ആ കടയിൽ നിന്ന് എടുത്തിട്ട് വന്ന് പുതിയ ട്യൂബൊക്കെ വാങ്ങിച്ചു തരണം, ഇല്ലെങ്കിൽ ലാസ്റ്റ് പണി പാടും. ആട്ടം എപ്പോൾ തിരിയുന്നോ വളയ്ക്കുമെന്നോ കമരുമെന്നോ ഒന്നും പറയാൻ പറ്റില്ല. പെട്ടെന്ന് വണ്ടി തലകുത്തനെ തിരിച്ചിട്ടിട്ട് തലയെടുത്ത് വെളിയിട്ട് നോക്കിക്കൊണ്ടിരിക്കും. അതാണ് ഇവരുടെ ഒരു സ്റ്റൈൽ. അങ്ങനെ നമ്മൾ ശംഖുമുഖം എത്താറായിട്ടുണ്ട് ഗൈസ്. യെസ്, വി ഹാവ് റീച്ച് ശംഖുമുഖം ബീച്ച്. ദിസ് ഈസ് ദ പ്ലേസ് വെയർ വി ഹാവ് ജസ്റ്റ് ലൈഡ് ഫോർ സെഞ്ചുറീസ് ആൻഡ് ഏജസ്. ഒരുപാട് കഥകൾ പറയാനുള്ള സ്ഥലമാണ് ഇവിടുത്തെ. കഥകൾ 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 എല്ലാം കഥകൾ വെറും. ഇതാണ് ശംഖുമുഖം ദേവീക്ഷേത്രം. കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു, തിരിച്ചു വരുമ്പോൾ കാണിച്ചു തരാം. ഇവിടെ ഒരു വഴിയേ ഉള്ളൂ. അവിടെ ക്ലോസ്ഡ് ആണോ? അവിടെ ക്ലോസ്ഡ് ആണ് ഐ തിങ്ക്. അവിടെ പണി ഇനിയൊക്കെ നടക്കുകയാണ്. ശംഖുമുഖം ബീച്ചിൻ്റെ ഓപ്പണിങ്ങും കാര്യങ്ങളൊക്കെ ഇതാണ്. എന്തായാലും ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട് വരാം. വണ്ടിയൊക്കെ കൊണ്ടുപോയി പേല കയറി വിളിക്കും. ജസ്റ്റ് ഒന്ന് പോയി നോക്കാം ഇതിനാണ് അവസ്ഥ അറിയണമല്ലോ. വണ്ടിയൊക്കെ അവിടെ കൊണ്ട് വയ്ക്കുകയും ചെയ്യും. എന്താ ഇവിടെ പരിപാടി? ഇവിടെ വണ്ടിയില്ല സീനല്ല, വണ്ടിയുടെ സീനല്ല, പക്ഷെ ചെറിയൊരു സീനുണ്ട്. വേറെ വല്ല ഉണ്ട് പണി കിട്ടും. ഇതൊക്കെയാണ് ശംഖുമുഖം ബീച്ചിൻ്റെ പരിപാടി. ഇതിൻ്റെ അകത്തൊക്കെ വണ്ടിയിൽ വരാം. ഇവിടെയൊക്കെ ക്ലോസ് ചെയ്തിരിക്കുന്നു. അതാണ് സംഭവം. ഇനി ഇവിടെ നിന്ന് ബീച്ചിൻ്റെ അങ്ങോട്ട് പോകാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ തിങ്ക് യെസ്, യു ക്യാൻ ഗോ ഫോർ ഷുവർ. ഇവിടെ ക്ലോസ്ഡ് ആയി. ഇവിടെ പണി കിടക്കുകയാണ്. കടലൊക്കെ ഇത്രയും കയറി. പണ്ട് നമ്മൾ ഇരുന്ന സ്ഥലമൊക്കെ ഇപ്പോൾ ഉൾക്കടലാണ്. അത് നിങ്ങൾ നോക്കണം. എന്തായാലും വണ്ടിയിൽ ഇതുവരെ വന്നില്ല. ഇതുവരെ ഒന്ന് പോയി നോക്കിയിട്ട് അവിടെ എന്തിനാണ് അവസ്ഥ, ഇവിടേക്ക് എന്തിനാണ് അവസ്ഥ, അവിടേക്ക് എന്തിനാണ് അവസ്ഥ. ബൈക്കിലൊക്കെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ വരാൻ പറ്റൂല ഇവിടെ ആൾക്കാരുണ്ടെങ്കിൽ. ഇപ്പം ഇവിടെ പണി നടക്കുന്നതുകൊണ്ടാണ് വരാൻ പറ്റുന്നത്. ഇവിടെയൊക്കെ ക്ലോസ്ഡ് ആണല്ലേ? ഇവിടെയൊക്കെ ക്ലോസ്ഡ് ആണ് ഐ തിങ്ക്. ക്ലോസ്ഡ് ആണ് ഇവിടെ. ഇവിടെ ഗോഡൊക്കെ ഉണ്ട്. ഇവിടെ കടൽ കയറി കിടക്കൊണ്ട് ഇവിടെ നിന്ന് ആൾക്കാരെ കയറ്റൂലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതൊക്കെ അങ്ങനെ തന്നെ പോകും. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഓപ്പണിങ്. നിങ്ങളെല്ലാ സിനിമയിലും പാട്ടിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അടുത്ത സ്ഥലമായിരിക്കാം. കാണാത്തവർക്കായി പറയാം. അവിടെ കടൽ വിറ്റ് കയറിയതുകൊണ്ട് അവിടെ പണി നടക്കണമെന്നാണ് ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു ഇങ്ങനെ ചാടുക, പോവുക, കൂടുതൽ വേഷം കെട്ട് കാണിക്കാൻ പറ്റും. സോ ഇവരെന്താ പരിപാടി? ഇവരിവിടെ വന്നിരിക്കുകയാണ്. ഇതാണ് ശംഖുമുഖം ദേവീക്ഷേത്രം. സോ കടൽ ഭിത്തിയൊക്കെ കയറി ഭയങ്കര ടാസ്ക് ആയിരിക്കുകയാണ്. നമ്മൾ പണ്ട് ഇരിക്കുന്ന സ്ഥലമൊക്കെ ഇപ്പോൾ ഉൾക്കടലാണ്. കടലൊക്കെ കയറി. പണ്ട് സുനാമി ഇവിടെ വരുമെന്ന് 2004 പറഞ്ഞിരുന്നു. എല്ലാവരും സയൻറ്റിസ്റ്റും എല്ലാ ആൾക്കാരും പറഞ്ഞിരുന്നു. പക്ഷേ പത്മനാഭൻ കുറുകെ കിടക്കുന്നതുകൊണ്ടാണ് ഒന്നും വരാത്തത് എന്ന് പറയുന്ന ഒരു ഔചിത്യം, അല്ലെങ്കിൽ ഒരു ഐതിഹ്യം, അല്ലെങ്കിൽ ഒരു ഹിസ്റ്ററി ഇവിടെ ഉറങ്ങി കിടപ്പുണ്ട്. തിരുവനന്തപുരമൊക്കെ അന്നേ ശരിക്കും പറഞ്ഞാൽ സുനാമിയിൽ അടിച്ചു പോകുമെന്നൊക്കെ എല്ലാവരും പറഞ്ഞു. സയൻറ്റിസ്റ്റുമാരും കാലാവസ്ഥാ നിരീക്ഷകരും എല്ലാവരും. പക്ഷേ എന്നിട്ടും തിരുവനന്തപുരത്തിനൊന്നും സംഭവിച്ചില്ല. ബിക്കോസ് അതാണ് നമ്മുടെ പത്മനാഭൻ്റെ ഒരു പവർ എന്ന് പറയുന്നത്. നമുക്ക് പതുക്കെ ഇവിടെ അങ്ങോട്ട് കയറാം. ഇത് യോമനെടുത്ത റോക്കറ്റ് പോലെ പറഞ്ഞു. ഇവിടെ ഇപ്പം ഇത്ര കടലേ ഉള്ളത്. ഇവിടെ കുറച്ചങ്ങോട്ട് ഇറങ്ങി തോന്നും. ഇവിടെ നേരത്തെ ഇവിടെയൊക്കെ കടലായിരുന്നു. കുറച്ചിറങ്ങിയിട്ടുണ്ട് ഇവിടെ. സോ ഇതൊക്കെയാണ് പരിപാടി. ചാർലി ഇവിടെ റെസ്റ്റിങ്ങിലാണ്. ലാലേട്ടൻ ഫാനാണ് അവൻ. ഇരിപ്പ് കണ്ടില്ലേ? പറയേണ്ട കാര്യമില്ലല്ലോ, കണ്ടാലേ അറിയാല്ലേ. കാടേറും കൊമ്പാനാനാ. ഇപ്പം ശരിക്കും പറഞ്ഞാൽ കടൽ നല്ല ശാന്തമായിട്ട് അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ഞാൻ വന്നപ്പോൾ ഭയങ്കര വയലൻ്റ് ആയിരുന്നു. ഭയങ്കര ട്രിസ്കി ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇവിടുത്തെ പരിപാടി. അതാണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയി മാറിയത്. ഇവിടെ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇവരിക്കണ്ടില്ല, എന്താ ലുക്കല്ലേ, ഒരു രക്ഷയില്ല, പൊളി. അപ്പോൾ വിൻറ്റേജ് വണ്ടികൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ശ്രദ്ധിച്ചെടുക്കുക. ഇല്ലെങ്കിൽ എന്നെ പോലെയുള്ള മുട്ടൻ പണികൾ കിട്ടുന്നെങ്കിൽ. എനിക്കിപ്പോൾ ബാങ്കിൽ ലോൺ പോലും എടുക്കാൻ പറ്റാത്തത് വിൻറ്റേജ് വണ്ടി എടുത്തുകൊണ്ടും കൂടെയാണ്. അല്ലെങ്കിൽ മറ്റേതൊക്കെ അടഞ്ഞു പോകുമായിരുന്നു. ആ ഇലക്ട്രിക്കലിൻ്റെ മാത്രം അടച്ചു പോയാൽ മതിയായിരുന്നു. ഇതിപ്പോൾ എല്ലാം കൂടെ കിടന്നുകൊണ്ട് ഒന്നും അടയ്ക്കാൻ പറ്റില്ല. ഒരു 10,000 രൂപ അടച്ചിട്ടുണ്ട്. ബാലൻസ് ഒരു 20,000 രൂപ ഇനി അടയ്ക്കണം. അതേപോലെ തന്നെ എന്താ പറയുക, 20,000 രൂപ അവർക്ക് അടയ്ക്കണം ഇലക്ട്രിക്കലിൻ്റെ ഫിനാൻസ് കമ്പനിക്ക്. പിന്നെ മറ്റുള്ളവർക്ക് 54,000 60,000 രൂപ അടയ്ക്കാനുണ്ട്. ഇത്രയും ഏണികൾ കാരണമാണ് എനിക്ക് ലോൺ കിട്ടാത്തത്. സോ നിങ്ങൾ വിൻറ്റേജ് വണ്ടികൾ എടുക്കണവർ സൂക്ഷിക്കുക. പണി വരും, ഉറപ്പായിട്ടും പണി വരും. മുട്ടൻ പണിയാണ് വരാൻ പോകുന്നത്. 40,000 രൂപയ്ക്ക് പണിതാണ് ഇതിനെ ഇങ്ങനെ ആക്കി വെച്ചിരിക്കണം. ഇല്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ഇങ്ങനെയൊന്നും അല്ല ഈ ഓണർ എനിക്ക് തന്നത്. ഞാൻ കുറച്ച് കത്തിയിട്ടായിട്ട് എടുത്തത്. ശരിക്കും പറഞ്ഞാൽ 19 രൂപയുടെ സാധനം ഇത് ഇല്ലായിരുന്നു ഒട്ടും. ഇത് കൂടിപ്പോയ ഒരു 10,000 രൂപയുടെ സാധനം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അപ്പുറം ഉണ്ടായിരുന്നു എനിക്ക് തോന്നുള്ളൂ. പോട്ട് ഇപ്പം അങ്ങേർക്ക് ഒരു ലാഭം വേണമല്ലോ വിൽക്കണ ആൾക്ക്. ഒരു മാക്സിമം ഞാൻ അഡീഷണൽ കൊടുത്താൽ പോലും 10,000 ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. അതിനപ്പുറം ഇല്ലാന്ന് തന്നെ പറയേണ്ടി വരും. സോ 10,000 രൂപയ്ക്ക് എടുത്തിട്ട് 40,000 രൂപ പണി തരുന്നെങ്കിൽ 50,000 രൂപ ഫുൾ ചിലവായിരുന്നു തന്നെ വണ്ടിക്ക്. ഇപ്പം അങ്ങനെ അല്ല ആയിരിക്കണം. 20,000 രൂപയ്ക്ക് 40, 60,000 രൂപ മൊത്തം ഇതിൻ്റെ എക്സ്പെൻസായി. കാരണം
ഒരു ടെസ്റ്റ് കഴിഞ്ഞ CD100 വണ്ടി OLX ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിന് അവരിട്ടിരുന്ന വില എന്ന് പറഞ്ഞാൽ 65,000 രൂപയാണ്. അപ്പോൾ അത് ഇതും കൂട്ടി കഴിച്ച് നോക്കുമ്പോൾ സെയിം തന്നെയാണല്ലോ. അതാണ്, പക്ഷേ ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാണ്. ഇനി 5 വർഷത്തേക്ക് ടെസ്റ്റ് ഇല്ല. സോ അങ്ങനെ ഒരു ബെനിഫിഷ്യറി ഉണ്ട്. അത് നോക്കുമ്പോൾ കുഴപ്പമില്ല, ആ പൈസ തന്നെ ആവും. നമ്മൾ എടുത്ത് ചെയ്താലും ഇത് തന്നെ ആവും. സ്പ്ലെൻഡറും CD100 വിൻറ്റേജ് വണ്ടികൾക്കൊക്കെ നല്ല പണി വരും. പക്ഷേ വണ്ടി പണി ചെയ്ത് പെർഫെക്റ്റ് ആക്കിയ വേറെ ലെവലാണ്, ബടിയാണ്. പക്ഷേ ഞാൻ ഡോമിനോർ എന്നെ വീട്ടിലിങ്ങനെ ഇരുന്ന് പോയതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ CD100 വന്നുകൊണ്ട് കൂടെയാണ്. ഞാൻ അവനെ തന്നെ മറന്നുപോയി. ഡോമിനോർ 400 എന്നുള്ള ഒരു മോൺസ്റ്ററിനെ പോലും ഞാൻ മറന്നുപോയി എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞത്. ഇതെന്ത് കോമാളിത്തരാണ് കാണിക്കുന്നത് ഇതിൻ്റെ. അപ്പോൾ ഡോമിനോർ 400 എന്നുള്ള മോൺസ്റ്ററിനെ തന്നെ ഞാൻ മറന്നു. എങ്ങനെയാണ് അത് ഒരു വർഷം വീട്ടിൽ ഇരുന്ന് കംപ്ലൈൻറ്റ് ആയത്? ഇവൻ കാരണം. ഇവനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആലോചിച്ച് നോക്ക്, 2020 എടുത്ത ഡോമാണ്, പവർ സാധനം, BS4. അപ്പോൾ BS4 അവസാന എഡീഷനാണ് എൻ്റെ. ഇത് കഴിഞ്ഞതും BS6 ആയി. BS4ൻ്റെ അവസാന എഡീഷനാണ് എൻ്റെ ഇരിക്കുന്ന ഡോം. 14 ടീത്ത് ചെയിനാണ്, ഫ്രണ്ട് ടീത്ത്, നല്ല പവർഫുൾ ആണ്. മൈലേജ് ഒക്കെ കുറയും, പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിരിക്കും. റോക്കറ്റ് പോലെയാണ് അത് പോണത്. പക്ഷേ ഇപ്പോൾ ഷെഡിലിരിക്കുകയാണ്, വണ്ടി ഓൺ പോലും ആണല്ലോ. ഇനി എഞ്ചിൻ ഓയിലും കാര്യങ്ങളൊക്കെ ഒഴിച്ചെടുക്കണം, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം, എന്നാലേ എല്ലാം ശരിയാവുള്ളൂ. ഇതെന്താ സംഭവം? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവൻ വന്നതിന് ശേഷമാണ് ഞാൻ അവനെ മറന്നത്. അതാണ് അവൻ ഇങ്ങനെ പണിയായിട്ടിരിക്കുന്നത്. അവനെ മൈൻഡ് ചെയ്യാതെയാണ് ശരിക്കും പറഞ്ഞാൽ അവൻ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വന്നത്. ആ വണ്ടിയെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധിക്കണമായിരുന്നു. ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തൂലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഞാൻ പേടിച്ചു പോയി. എന്നാൽ ചെവിയിലാണ് കർണപടലം വരെ അടിച്ചു പോയി. ഞാൻ അങ്ങോട്ട് മാറാൻ പോകും. ഇതെന്താടേ കടിയും കിടിയൊന്നും ഇല്ലേ? ഉണ്ട്. ചായ ഉണ്ടോ? ഇതെന്താ ബ്രോ, വെജാണോ? പോയോ? ഒന്നും ബാക്കി ആരെങ്കിലും ഉണ്ടോ? ബണ്ണ അപ്പോൾ അതൊക്കെയാണ്. നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് വരും. എല്ലാവരും കട്ടയ്ക്ക് അങ്ങോട്ട് വാച്ച് ചെയ്യുക, എനിക്ക് അത്രേ പറയുള്ളൂ. പഴയ പരിപാടിയിൽ ഞാൻ ഉണ്ടാവും, ധൈര്യമായിട്ടിരുന്നോളൂ. ഷോർട്സ് ഒന്നും കാണാൻ മറക്കണ്ട കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വ്യത്യസ്തമായ മറ്റൊരു എപ്പിസോഡുമായിട്ട് ഞാൻ നിങ്ങളിലേക്ക് ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ നമ്മളെല്ലാവരും കാണുന്നവർക്ക് എല്ലാവർക്കും ബായ്.